നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ഇടതുമുന്നണിയിലേക്ക് പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ പലതവണ പറഞ്ഞതാണ്. കാരണം അദ്ദേഹത്തിന് ചവറ നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് ജയിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ഭീതിയുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൊല്ലം മണ്ഡലത്തിലേക്ക് മാറാൻ താല്പര്യപ്പെടുന്നു. കൊല്ലത്ത് ഇത്തവണ മുകേഷിന് സീറ്റ് CPM കൊടുക്കില്ല. അപ്പോൾ ഷിബു ബേബി ജോണിനെ പോലൊരാളെ കിട്ടിക്കഴിഞ്ഞാൽ CPM അത് ലോട്ടറി അടിച്ച പോലെയാവും. കൊല്ലം സീറ്റ് UDFൽ കോൺഗ്രസിനുള്ള സീറ്റാണ്. ആ സീറ്റിനുള്ള ഭൈമി കാമുകന്മാരും ഭൈമി കാമുകികളും ധാരാളമുണ്ട് അവിടെ. ഷിബു ബേബി ജോൺ നിന്നാൽ അവർ പാലം വലിക്കും. കാരണം ബിന്ദു കൃഷ്ണ അടക്കമുള്ള സീനിയർ നേതാക്കൾ ഈ സീറ്റിന് വേണ്ടി കണ്ണും നട്ട് കാത്തിരിപ്പാണ്. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് RSP കാരന് കൊടുത്താൽ മറ്റൊന്നും ചെയ്യില്ല, അവർ സുന്ദരമായി പാലം വലിക്കും. അതിന് അക്കാര്യം കോൺഗ്രസ്സുകാരെ ആരും പഠിപ്പിക്കേണ്ടതില്ല. വളരെ മനോഹരമായിട്ട് തന്നെ സാക്ഷാൽ K കരുണാകരനെ പോലും പാലം വലിപ്പിച്ച് തോൽപ്പിച്ചവരാണ് കോൺഗ്രസ്സുകാർ എന്നുള്ളത് കൊണ്ട് അവർ അത് ഭംഗിയായി ആ കൃത്യം നിറവേറ്റും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ആ ഒരു ഭയം കോൺഗ്രസ്സുകാരെ നന്നായി അറിയാവുന്ന ആളാണ് ഷിബു ബേബി ജോൺ എന്നുള്ളത് കൊണ്ട് ആ ഒരു ഭയം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് LDF സ്ഥാനാർത്ഥിയായി കൊല്ലത്ത് മത്സരിച്ചാലോ എന്നുള്ള ആഗ്രഹം നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മുള പൊട്ടിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴുള്ള UDF നേതൃത്വവുമായി അദ്ദേഹത്തിന് അത്രയ്ക്ക് ഇങ്ങനെ ആത്മബന്ധമൊന്നുമില്ല. ഒരു പക്ഷേ പരിധിവരെ രമേശ് ചെന്നിത്തലയായിട്ട് മാത്രമാണ് പിന്നെ എന്തെങ്കിലും അദ്ദേഹത്തിന് ആത്മബന്ധം, VD സതീശൻ പോലുള്ള ആളുകളായിട്ടും സണ്ണി ജോസഫൊന്നുമായിട്ടും എന്നൊക്കെ അത്രയ്ക്ക് ആത്മബന്ധം അദ്ദേഹത്തിന് ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഷിബു ബേബി ജോൺ UDFലെ തന്നെ പൊറുതി മതിയാക്കി LDFലേക്ക് ചേക്കേറുമോ എന്നുള്ളൊരു സംസാരം UDFനുള്ളിൽ തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ PK കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള ലീഗ് നേതാക്കളൊക്കെ ഇടപെട്ട് തൽക്കാലം ഷിബു ബേബി ജോനെ UDFൽ പിടിച്ചു നിർത്തുകയാണ്. അതോടൊപ്പം തന്നെ കൊല്ലം MP പ്രേമചന്ദ്രനുമായും അദ്ദേഹത്തിന് അത്ര സുഖകരമായ ബന്ധമല്ല. RSP സംസ്ഥാന സെക്രട്ടറി ആണെങ്കിലും RSPയിലെ ഒരു അധികാര കേന്ദ്രം എന്ന് പറയുന്നത് ഇപ്പോൾ പ്രേമചന്ദ്രനാണ്. പ്രേമചന്ദ്രൻ്റെ കൂടെയാണ് RSPയുടെ അവശേഷിക്കുന്ന അണികൾ ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം. ഈ അണികൾ തന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു വിഷമം അദ്ദേഹത്തിനുണ്ട്. കാരണം പ്രേമചന്ദ്രനേക്കാളൊക്കെ വലിയ നേതാവാണ് ഷിബു ബേബി ജോൺ. കാരണം ബേബി ജോണിൻ്റെ മകനാണ്, മന്ത്രിയായിരുന്നു. പക്ഷേ എന്നാലും ഈ പ്രേമചന്ദ്രന് കിട്ടുന്ന ഒരു അംഗീകാരം തനിക്ക് RSPയിൽ കിട്ടുന്നില്ലേ എന്നുള്ളൊരു സംശയം അദ്ദേഹത്തിനുണ്ട്. പ്രേമചന്ദ്രൻ ഏതായാലും ഇനി ഇടതുപക്ഷ മുന്നണിയിലേക്ക് പോവുക അത്ര എളുപ്പമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതെങ്കിലും പിണറായി വിജയനാണ് അപ്പുറത്ത് നിൽക്കുന്നത്. പഴയ പരനാറി പ്രയോഗം ഉണ്ടെങ്കിലും ഏത് സമയം ആരെയും ഉൾക്കൊള്ളാൻ കഴിയുള്ള രാഷ്ട്രീയ തന്ത്രശാലിത്വം പിണറായി വിജയന് നന്നായുണ്ട്. അത് ആരും അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. നമ്മൾ കാണുന്നതിനേക്കാൾ രാഷ്ട്രീയപരമായി ഫ്ലെക്സിബിളാണ് പിണറായി വിജയൻ എന്ന നേതാവ്. ഇപ്പോൾ പ്രേമചന്ദ്രൻ അപ്പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പിണറായി പൊക്കിയെടുത്ത് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. അതുകൊണ്ട് തന്നെ ഷിബു ബേബി ജോൺ അത്തരത്തിൽ ആഗ്രഹമുണ്ട്. കൊല്ലത്ത് നിന്ന് LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ താൻ വിജയിക്കും. അടുത്ത തവണ UDFന് ഭരണം കിട്ടുമോ എന്ന് ഉറപ്പൊന്നും ആർക്കും ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. ഭരണം കിട്ടിയേക്കാം എന്ന് മാത്രമേ UDF നേതാക്കൾ പോലും പറയുന്നുള്ളൂ. മാത്രമല്ല ഭരണം കിട്ടിയേക്കാം എന്ന് മാത്രമാണ് UDF നേതാക്കൾ പോലും പറയുന്നത്. മാത്രമല്ല ഭരണം കിട്ടിയില്ലെങ്കിൽ ലീഗ് ഒരുപക്ഷെ LDFലേക്ക് പോകുമെന്നുള്ള ശ്രുതി ഇപ്പോഴേ പരന്നു തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ ഷിബു ബേബി ജോണിനെ സംബന്ധിച്ചിടത്തോളം LDFൽ പോകുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി കൊല്ലത്ത് നിന്ന് മത്സരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ വരുമ്പോൾ ഭരണം കിട്ടിയാലും മന്ത്രി ആവുകയും ചെയ്യാം. RSPയുടെ പൊതു സ്വഭാവം അനുസരിച്ച് അതൊരു ഇടതു പാർട്ടിയാണല്ലോ, ഒരു സോഷ്യലിസ്റ്റ് പാർട്ടിയാണല്ലോ. അതുകൊണ്ട് ഇടതുമുന്നണിയിൽ നിൽക്കുമ്പോൾ തനിക്ക് കുറച്ചുകൂടെ രാഷ്ട്രീയ സ്വാധീനം പുലർത്താൻ കഴിയുമെന്നും VD സതീശനും സണ്ണി ജോസഫും KC വേണുഗോപാലും ഉൾപ്പെടുന്ന ഈ ഒരു ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വത്തോട് അദ്ദേഹത്തിന് വലിയ പഥ്യമില്ലാത്തത് കൊണ്ട് തൻ്റെ തട്ടകം തനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ടുള്ളൊരു സ്ഥലം LDF ആണെന്നും പിണറായി വിജയനായിട്ട് ഒരു അടുപ്പം അത് സൂക്ഷിക്കുന്ന ആൾ കൂടിയാണ് ഷിബു ബേബി ജോൺ. പ്രേമേന്ദ്രനെ പോലെയല്ല ഷിബു ബേബി ജോൺ പിണറായി വിജയനുമായിട്ട് വ്യക്തിബന്ധം തന്നെ ഉള്ളതുകൊണ്ട് LDFൽ പോകുന്നതാണ് നല്ലത്. LDFലേക്ക് ഷിബു ചെല്ലണമെന്നാണ് CPMൻ്റെ ആഗ്രഹം. കാരണം CPMൽ ഇപ്പോൾ അധികം ക്രൈസ്തവ നേതാക്കളൊന്നും ആരുമില്ല. ലത്തീൻ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഷിബു ബേബി ജോൺ അപ്പുറത്ത് ചെല്ലുകയാണെങ്കിൽ തങ്ങൾക്കത് തീരദേശ മേഖലകളിലൊക്കെ തങ്ങൾക്ക് വലിയ ഗുണം ചെയ്യുമെന്നുള്ളൊരു ഒരു വിചാരം LDFനും CPMനും ഉണ്ട്. അതുകൊണ്ട് ഷിബു ബേബി ജോൺ ചെല്ലണമെന്ന് ആഗ്രഹിച്ചാൽ ആ നിമിഷം അവർ ചേർത്ത് പിടിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഷിബു ബേബി ജോണും ആ ചേർത്ത് പിടിക്കൽ ഇഷ്ടമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും ഷിബു ഒരു പക്ഷേ അദ്ദേഹത്തിന് കൊല്ലം സീറ്റ് കോൺഗ്രസ് നൽകിയില്ലെങ്കിൽ കൊല്ലം സീറ്റ് CPM നൽകാമെന്ന് സമ്മതിച്ചാൽ അദ്ദേഹം ഇടതുമുന്നണിയിലേക്ക് പോയേക്കാം.